ഒരു മാഷ് കുറേ കാലങ്ങൾ കഴിഞ്ഞ് അയാളുടെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ട ഒരു കഥ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ കേട്ടതായിരിക്കാം. കുറേ കാലം കഴിഞ്ഞിട്ടാണ് മാഷ് കാണുന്നത്. ഈ പഴയ വിദ്യാർത്ഥി ഇപ്പോൾ വലിയ മനുഷ്യനായി, വലിയ ആളായിട്ടുണ്ട്. അപ്പൊ ഇവന് മാഷെ കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷെ മാഷക്ക് എത്ര ആലോചിച്ചിട്ട് ഇവനെ മനസ്സിലാവില്ല. മാഷക്ക് എത്ര ആലോചിച്ചിട്ട് ഇവനെ മനസ്സിലാവില്ല. അപ്പൊ ഇവന് പല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാഷെ, എൻ്റെ പേര് അതാണ്, ഞാൻ ഇവിടുന്ന് വരികയാണ്, എൻ്റെ അച്ഛൻ്റെ പേര് ഇതാണ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടൊന്നും മാഷക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇവൻ അവസാനം അവനെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു സംഭവം പറഞ്ഞു. ഇത് പറഞ്ഞു, മാഷെ അത് പറഞ്ഞാൽ മാഷക്ക് എന്നെ മനസ്സിലാവും. പക്ഷെ അതത്ര നല്ല കഥയൊന്നുമല്ല, അതാ പ്രശ്നം. ഇവൻ പറഞ്ഞു, മാഷെ എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി ഉണ്ടായിരുന്നു, അവൻ്റെ വാപ്പ ഗൾഫിലായിരുന്നു. അപ്പൊ അവന് നല്ലൊരു വാച്ച് കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. ആ വാച്ചും കൊണ്ടാണ് അവൻ ക്ലാസ്സിൽ വന്നത്. ഉച്ചയായപ്പോഴേക്ക് വാച്ച് കാണാൻ മാഷ് വന്നിട്ട് മാഷിക്ക് മനസ്സിലായി വാച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല, ഏതൊരു കുട്ടി എടുത്തതാണെന്ന് മാഷിക്ക് മനസ്സിലായി. അപ്പൊ മാഷ് എന്താ ചെയ്തതെന്ന് അറിയോ? ഞങ്ങളെല്ലാവരും എഴുന്നേൽപ്പിച്ചു നിർത്തി. ആ എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ കണ്ണടക്കാൻ പറഞ്ഞില്ലേ? ആ മാഷെ, നിങ്ങൾ ഞങ്ങളോട് എല്ലാവരോടും കണ്ണടക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കണ്ണടച്ച്. എൻ്റെ മാഷ് ഞങ്ങളെ ഇങ്ങനെ വന്ന് പരിശോധിച്ച് ഒരാളുടെ കീശയിൽ നിന്ന് അത് കിട്ടി. മാഷക്ക് അത് ഓർമ്മയുണ്ടോ? ആ ഓർമ്മയുണ്ടടാ, ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. മാഷേ, അതെൻ്റെ കീശയിൽ നിന്നിരുന്നു കിട്ടി, അത് ഞാനായിരുന്നു എടുത്തത്. ഇപ്പൊ മാഷിക്ക് മനസ്സിലായില്ലേ? ആ മനസ്സിലായി, ആ സംഭവമൊക്കെ മനസ്സിലായി. പക്ഷെ നിന്നെ എനിക്ക് ഓർമ്മയില്ലടാ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് മാഷിക്ക് ഓർമ്മയില്ലേ? ഇല്ല. അതെന്താ മാഷെ അങ്ങനെ? അപ്പൊ മാഷ് പറഞ്ഞു, എടാ, നിങ്ങളോട് എല്ലാവരോടും ഞാൻ കണ്ണടക്കാൻ പറഞ്ഞ എന്തിനാണെന്നറിയോ? നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് മോഷ്ടിച്ചത് എന്ന് നിങ്ങൾ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ഞാനും കണ്ണടച്ചിരുന്നു. എനിക്കറിയണ്ട എൻ്റെ കുട്ടികളുടെ കൂട്ടത്തിൽ ആരാണ് കള്ളനെന്ന് എനിക്ക് അറിയണ്ട. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഓർമ്മയില്ലാത്തത് എന്ന്. അവനൊന്നും പറയാൻ കിട്ടിയില്ല. അവൻ ആ മാഷ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് കരഞ്ഞു നിന്നു.